ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റാനിയ റെസിപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബോഗൻവില്ലയൊക്കെ പൂക്കാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറച്ചായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി NPK ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ നമ്മൾ NPK എന്ന് പറയുമ്പോൾ 3 ന്യൂട്രീഷ്യൻസാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്: പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഒരു മിശ്രിതം ഞാൻ ബോഗൻവില്ലയ്ക്ക് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് ഷീമൊക്കൊന്നുള്ള ലീഫ്, പ്ലാവില, പിന്നെ അതേപോലെ തന്നെ മുരിങ്ങയില. ഇത്രയാണ് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് മൂന്നും നമ്മൾ നേരത്തെ പറഞ്ഞ NPKക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കണ്ടൻറ്റാണ്. അപ്പോൾ ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് എന്താവാണ്, ഈ വെള്ളത്തോട് അങ്ങോട്ട് ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഫെർട്ടിലൈസ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല രീതിക്ക് നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്ലാന്റിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടിക്ക് യൂസ് ചെയ്യാനായിട്ട്. എത്ര കാലം ഫ്ലവറിങ് ഇല്ലാത്ത ബോഗൻവില്ല ആണെങ്കിലും പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡ്, ഇതിനെല്ലാം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏത് തരത്തിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനും ഇത് നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണ്. പിന്നെ നമ്മൾ സാധാരണ NPK യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സിന് നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞു നൈട്രജൻ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിക്ക് നല്ല ഗ്രീനിഷ് കളർ കിട്ടാനായിട്ടാണ് നമ്മളധികം നൈട്രജൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫോസ്ഫറസ് ആണെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവറിങ് ഉണ്ടാകാനും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റൂട്ട്സ് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പൊട്ടാസ്യം. പിന്നെ ഞാൻ ആദ്യം ഈ ഒരു മിശ്രിതം ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിലോട്ട് ഈ ടാങ്കിലോട്ട് മീനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവും നല്ല രീതിക്ക് പ്ലാന്റ്സിന് കൊടുക്കേണ്ടതുണ്ട്. പൊട്ടാസ്യം പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം വരുന്ന രോഗങ്ങളെല്ലാം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ സാധാരണ കെമിക്കൽ അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ, ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാനും പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 0 കോസ്റ്റിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസറാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ വീണ്ടും പറയണം, നല്ല രീതിക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം പ്ലാന്റ്സിന് യൂസ് ചെയ്യാനായിട്ട്. ഡയറക്റ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത്. പിന്നെ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിന് അത്യാവശ്യം വേണ്ടത് സൺലൈറ്റാണ്. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനിൽ ഫ്ലവറിങ് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.